ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് മോളെ സ്കൂളിൽ നിന്ന് ഒരു കുറ്റ്യാടിയിലേക്ക് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടോ. പിന്നെ കെ ജി കുട്ടികളും പിന്നെ ഓരോ രക്ഷിതാക്കളും ആയിരുന്നു കേട്ടോ. അങ്ങനെ കേട്ടോ പോലെ ഈ കെ ജി കുട്ടികളെ കൂടെ രക്ഷിതാക്കളില്ലാതെ പോയില്ല കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു രാവിലെ 8 മണിക്കുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടത്. പിന്നെ ഫുഡിനും വേണ്ടിയിട്ട് കുറച്ചൊരു ടൈം അവിടെ കാത്തിരുന്ന് 9 മണിയാകുമ്പോൾ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ 11:30ക്ക് നമ്മൾ കുറ്റ്യാടി എത്തിട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം ആ സമയത്ത് കുറേ ആളുകളൊന്നും വന്നില്ലായിരുന്നു കേട്ടോ. ഒരു 11:30 സമയത്ത് അപ്പം ഓരോരുത്തർ എത്തണേ ഉള്ളൂ കേട്ടോ. ഞാൻ വന്ന ഉടനെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് കേട്ടോ ഇവിടെ ഒന്നും അങ്ങനെ ആളുകളില്ലാഞ്ഞ്, അല്ലെങ്കിൽ നിറയെ ആളുകളും കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ വീഡിയോസിൽ നിറയെ ഉണ്ടാവുമല്ലോ. പിന്നെ അങ്ങനത്തെ മോളും കുറേ കുട്ടികളും ഇങ്ങനെ ഈ JCB ഇട്ടോ, JCBൻ്റെ ഒരു ഇതാണിത്. ഇതിൽ നിന്ന് മണൽ വാരി അപ്പുറത്തേക്ക് ഇടുക, സൈഡിലേക്ക് ഇടുക. നല്ല രസമുണ്ട് കേട്ടോ, മക്കൾക്ക് രസം. പിന്നെ JCB മാന്താന്നൊക്കെ മാന്തി മണ്ണ് മാറുക എന്നൊക്കെ പറയില്ല, അതുപോലൊരു ഇത് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. ഇവിടെ കാറിൻ്റെ റൈഡ് നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒത്തിരി ഇനി ഇത് വരാണ്ടിട്ട് ചാറ്റൽ കൊട്ടൻ്റെ വാട്ടർഫാൾസിൻ്റെ അതൊക്കെ ഇനി വരാനുള്ളതാണ്. അതൊക്കെ പണി നടന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഒത്തിരി പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി മുകളിലേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതൊരു ലാസ്റ്റ് ഇവിടെ ഒരു ഫസ്റ്റത്തെ ഒരു കാർ റൈഡിങ് ഈ സൈഡിൽ മാത്രം കേട്ടോ. ബാക്കിയൊക്കെ അടിയിലേക്കുള്ള ഭാഗത്തേക്കാട്ടോ പോണത്. പിന്നെ ഇവിടെ കുട്ടികളൊക്കെ കാർ റൈഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ രക്ഷിതാക്കളും ഒരു രക്ഷിതാവും ഒരു കുട്ടി അങ്ങനെ ഉണ്ടോ ഓരോ കാറിൽ കയറണത്. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ രക്ഷിതാക്കളൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി ഓട്ടാൻ കഴിയുന്നവരും കഴിയാത്തവരൊക്കെ ആയിട്ട് നല്ല ഉണ്ട്. തമ്മിൽ വണ്ടി മുട്ടുക, അല്ല തിരിക്കാൻ കഴിയാതെ, അത് നല്ല രസമുണ്ട്. ആക്റ്റീവ് പ്ലാന്റ് ആട്ടത് ഇതിൻ്റെ പേരും. ഞാൻ പെട്ടെന്ന് വീഡിയോ ഫസ്റ്റിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഓർത്തില്ല ഇതിൻ്റെ പേരെന്താണെന്നുള്ളത്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടത്. അങ്ങനെ കഴിയാത്തവർക്കൊക്കെ തിരിച്ച് വീണ്ടും അവരെ ട്രെയിനിങ് ക്ലാസ് എടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇതിൽ കയറി കുറേ ചിരിച്ച് പൂതി കഴിഞ്ഞിട്ടുണ്ട്. കാരണം കുറേ ഓട്ടും, കുറേ ഇടിച്ചും, കുറേ ഓട്ടും, കുറേ ഇടിക്കും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് ഞാൻ യായുവിനെ കൂട്ടി ഓട്ടിയില്ലായിരുന്നു കേട്ടോ. മോനെ പുറത്ത് വെച്ചിരുന്നേന് ഓട്ടിയിരുന്നേ. പിന്നെ അപ്പോൾ അതിനെ കഴിഞ്ഞാലുള്ള ഞാൻ കുറേയൊക്കെ മറ്റുള്ളവരൊക്കെ ഇടിച്ച് ചമ്മന്തിയാക്കുകയായിരുന്നു ഗൈസ്. ഓട്ടാൻ അറിയാത്തവർ ഉണ്ടല്ലോ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോകുന്നുണ്ട്. താഴെ ഉണ്ടോ കുറേ കളികളും കാര്യങ്ങളൊക്കെ ഉള്ളത്. മുകളിൽ അത്ര ഇല്ല. അപ്പോൾ അവിടെ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ യായോ അതിൻ്റെ ഇടയിൽ മോക്ക് വേദന വരിക എന്നൊക്കെ, വേദന വരുന്നേറെ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ യായി നേരെ നിലത്തിരുന്നൊക്കെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ പോരുന്നവർക്കൊക്കെ ഇഷ്ടം പോലെ, കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിലല്ല, ഒരു നല്ല മഴയില്ല, ഒരു നല്ല വെയിലല്ലാത്തൊരു ഉണ്ടാവില്ല, ആ കണ്ടീഷനിൽ നല്ല സുഖമുണ്ട് കേട്ടോ. കഴിഞ്ഞ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നിന്നപ്പോൾ മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ കയറി നിന്ന് കേട്ടോ. കുറച്ച് നേരം, അത്ര നേരം ഒന്നും ഒത്തിരി നേരം ഇല്ലെങ്കിലും കുറച്ച് നേരം നമ്മൾ കയറി ഇരുന്നു കേട്ടോ. പല ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് സ്റ്റേജ് പ്രോഗ്രാമാണ്. ഇവിടെ എല്ലാവർക്കും കൂടി 3 മണിയാകുമ്പോൾ ഇവിടുത്തെ ഷോ തുടങ്ങും കേട്ടോ. പിന്നെ അവിടെ ഡാൻസ് ഉണ്ട്, മജീഷ്യൻ ഉണ്ട്, അതുപോലെ ഒരു നീഗ്രോയിഡോ അങ്ങനെ കറുത്ത വർഗ്ഗക്കാരുണ്ട്, അപ്പോൾ ഇനി പറയാം, ഓരോരുത്തരും കൂടി ഡാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് നല്ല രസമുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ കൈയടിക്കലും എല്ലാം ഭംഗിയുണ്ട്. ഈ ചക്രം ഇതുകൊണ്ട് ഈ റൗണ്ട് കൊണ്ട് ഇതിങ്ങനെ എന്തൊക്കെ ചെയ്യുന്നത് വീഡിയോസൊക്കെ ഉണ്ട്. ഒത്തിരി രസമുണ്ട് കേട്ടോ ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇതിങ്ങനെ കൈയടിക്കലും ഒക്കെയാണ്. കഴിവ് തന്നെ ഉണ്ട്. ഞാൻ അങ്ങനെ വിചാരിക്കും, പല കഴിവുകൾ ഓരോരുത്തർക്ക് റബ്ബ് തരുന്നത്. ഒരു കഴിവില്ലാത്തവർക്ക് വേറെ കഴിവുണ്ടെന്ന് പറയില്ലേ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ചെയ്തുള്ള പോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ. ഒന്ന് ഞാൻ ഇപ്പോൾ വീഴും എന്നൊക്കെ വിചാരിച്ചാൽ ഒന്നും വീഴുന്നില്ല കേട്ടോ. ഇത് ലെങ്ത് ആവും വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എന്നെടുത്ത്. ഇനി ഇതിൽ പാർട്ട് 2 വരെ.